ചിലരെങ്കിലും പറയും ഞങ്ങൾക്ക് കുട്ടികളൊന്നും വേണ്ട, കല്യാണം തന്നെ വേണ്ടെന്നൊക്കെ ആദ്യം പറയും, പിന്നെ പെടും. പിന്നെ വല്ലെങ്കിൽ വാപ്പ കല്യാണം ഉണ്ടായിക്കോലും ഇട്ടോയ്ക്ക് കുഴപ്പമില്ല. ഇപ്പൊ വലിയൊരു ഡേഞ്ചർ എന്താന്ന് വെച്ചാല്, പഠിക്കുകയാണ് എന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് വിവാഹം പെൺകുട്ടികൾ നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും ഇതിപ്പോ സർട്ടിഫിക്കറ്റ് അടുക്കളയിൽ കൊണ്ടേ വെക്കാൻ പറ്റില്ല, ജോലിക്ക് പോകണ്ടേ, അപ്പൊ 2 കൊല്ലം ജോലിക്ക് പോട്ടെ. എന്നിട്ട് പറയും എനിക്ക് ഇന്ന ഷർത്തും പുറന്ന് ഒത്ത പുതിയാപ്പിളിനെ കിട്ടണം. ആ ഷർത്തും പുറന്ന് ഒത്തു വരുമ്പോഴത്തേനും നോക്ക് വയസ്സ് 40 ആവും. അങ്ങനെ ജീവിതത്തിന്റെ വലിയൊരു സൗഭാഗ്യത്തിന് വിശുദ്ധ നബിതങ്ങൾ എന്റെ ചര്യയാണ്, എന്റെ സുന്നത്താണ്, നിങ്ങൾ വിവാഹിതരാകണം എന്ന് പറഞ്ഞതിന് നമ്മൾ പല ഉടായിപ്പം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് നഷ്ടപ്പെടുത്തി കളയും. ചെറുപ്പക്കാരും അങ്ങനെ പറയും, ഗൾഫിലൊക്കെ പോട്ടെ, വണ്ടിയും വാഹനമൊക്കെ വേണ്ടേ, സ്വന്തമായിട്ട് കാലിൽ നിൽക്കണ്ടേ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മഹർ കൊടുക്കാനും ഒരു പെണ്ണിനെ സംരക്ഷണം ചെയ്യാനും നിങ്ങൾക്ക് സൗകര്യമുണ്ടോ? മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. വിവാഹിതരാകാൻ കഴിയുന്ന ആളുകൾ, നിങ്ങൾക്കൊരു വരുമാനം, നിങ്ങൾക്കൊരു ജോലി ചെയ്ത് നിങ്ങൾക്ക് ഒരു പെണ്ണിന് അഭയം നൽകാൻ കഴിയുന്നോ, മഹർ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ വിവാഹം ചെയ്തിരിക്കണം. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ. മനുഷ്യന്റെ കണ്ണിനെ ചിമ്മിപ്പിക്കാനും എന്ന് പറഞ്ഞാൽ മോശമായ ചിന്തകൾ വരാതിരിക്കുവാനും, വഅഹ്സനു ലിൽ ഫർജി, മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം ജനനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും ഏറ്റവും നല്ലത് വിവാഹമാണ്. എന്തേ? മനുഷ്യന്റെ പ്രകൃതിയ ഓപ്പോസിറ്റ് ജെൻഡറിനോട് ഒരാവേശം വരും, സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഒരു ഉസ്താദും ഒരു പെൺകുട്ടിയും ഒരു ശിക്ഷയാവട്ടെ പഠിപ്പിക്കുന്ന കുട്ടിയാണ്, എന്നാലും ഒരു ഗുരുനാഥനും ഒരു പെണ്ണും ഒരു പെൺകുട്ടിയും ഒരുമിച്ച് ഒരു റൂമിൽ നിൽക്കാൻ പാടുള്ളതല്ല. വലൗ അൻ യുഖർരിഅൽ ഖുർആൻ. ആ പെൺകുട്ടിക്ക് ഇനി ഹിഫ്ള് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കണം ഉസ്താദ് ചെയ്യുന്ന പണി. എന്നാൽ പോലും 2 പേർ മാത്രം ഒരിടത്ത് നിൽക്കുന്നത് ഹറാമാണ്, ശരീഅത്തിന്റെ നിയമമാണത്. അപ്പൊ ഉസ്താദല്ലേ, മദ്രസല്ലേ, അങ്ങനെയൊക്കെ ആണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ മനുഷ്യരാണ്.